രാജ്യത്തിന്റെ വികസനത്തിനായുള്ള പ്രധാനപ്പെട്ട സെൻസസ് പ്രക്രിയ സംസ്ഥാനത്ത് അട്ടിമറിക്കുന്നുവെന്ന ആക്ഷേപം. 2040 ഭാരതം നമ്പർ 1 ആകേണ്ട ഒരുക്കങ്ങൾ നടത്താൻ, അതിനുവേണ്ട അടിസ്ഥാന വിവരശേഖരണത്തിൽ കളവ് നടത്താൻ ഉദ്യോഗസ്ഥർ എന്യൂമറേറ്റർമാരെ നിർബന്ധിക്കുകയാണ്. നടക്കുന്നത് രാഷ്ട്രവിരുദ്ധ നടപടിയാണെന്നാണ് ആക്ഷേപം. ജനം ബ്രേക്കിംഗ് വിവരങ്ങൾ നൽകാൻ ശാലിനി ചേരുന്നുണ്ട്. ശാലിനി, രാഷ്ട്രവിരുദ്ധ പ്രവർത്തനമാണ് നടക്കുന്നത്. എന്തുകൊണ്ടാകാം ഈ ഒരു നീക്കത്തിനെ ഈ ഉദ്യോഗസ്ഥർ പിന്നോട്ട് വലിക്കുന്നത്? എന്തുകൊണ്ടാണ് എന്യൂമറേറ്റർമാരോട് കളവ് പറയണം അല്ലെങ്കിൽ കളവ് രേഖപ്പെടുത്തണമെന്ന് ഈ കേരളം നിർബന്ധിക്കുന്നത്? എന്താകും ലക്ഷ്യം? അശ്വതി, രാഗി, ഗുഡ് മോർണിംഗ്, നമസ്തേ. അശ്വതി സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് 2040 രാജ്യം ഒരു സമഗ്രമായ മാറ്റത്തിനും വികസിത ഭാരതം സൃഷ്ടിക്കാനുമുള്ള യാത്രയിലാണ്. ആ യാത്രയുടെ ഭാഗമായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ദൗത്യമാണ് സെൻസസ് 2026-27 നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ആദ്യഘട്ടം എന്നോണം വീടുകളിൽ കയറിയുള്ള വിവരശേഖരണവും എന്യൂമറേറ്റർമാർ നടത്തുകയാണ്. ഇതിനിടയിലാണ് പല ചില സംസ്ഥാനങ്ങളിൽ ഇത്തരത്തിലുള്ള നീക്കം നടക്കുന്നുണ്ട്. അത് കേരളത്തിലും നടക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്കിപ്പോൾ മനസ്സിലാകുന്നത്. അതായത് പ്രധാനമായും ഈ സർക്കാരിൻ്റെ ചില രേഖകളുണ്ട്. ചില വീടുകളിൽ വൈദ്യുതി ഉണ്ട്, ഇല്ലാത്ത വീടുകളിൽ വൈദ്യുതി ഉണ്ട് എന്നൊക്കെയുള്ള കണക്കുകളുണ്ട്. ആ കണക്കിന് അനുയോജ്യമായ രേഖകൾ മാത്രം എന്യൂമറേറ്റർമാർ തന്നാൽ മതി എന്നുള്ളതാണ് ഉന്നത ഉദ്യോഗസ്ഥർ, അതായത് ഈ എന്യൂമറേറ്റർമാരെ നിയന്ത്രിക്കുന്ന ഉന്നത സെൻസസ് ഉദ്യോഗസ്ഥർ പറയുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ചില ശബ്ദരേഖകൾ ഇവരുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിലൊക്കെ പ്രചരിക്കുകയും ചെയ്യുന്നുണ്ട്. അതിൽ എന്യൂമറേറ്റർമാർ വലിയ രീതിയിലുള്ള വിമർശനം ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട്. കാരണം കാടും മലയും ഒക്കെ കയറി പല വീടുകളിൽ കയറി പല അവസ്ഥകളിൽ യാത്ര ചെയ്ത് വിവരശേഖരണം നടത്തുന്നതാണ്. അങ്ങനെയെങ്കിൽ ഇത്തരത്തിൽ വീടുകൾ കയറിയുള്ള വിവരശേഖരണം എന്ന പരിപാടി അത് വേണ്ടല്ലോ എന്നുള്ളതാണ് എന്യൂമറേറ്റർമാർ ചോദിക്കുന്നത്. അതായത് വെളിയിട വിസർജന സൗകര്യങ്ങൾ പല വീടുകളിലും ഇപ്പോഴും ഉണ്ട് എന്നുള്ളതാണ്. ആ യാഥാർത്ഥ്യം മറച്ചു വെച്ചുകൊണ്ട് ആ വീടുകളിൽ കക്കൂസ് ഉണ്ട് എന്ന് എഴുതി ചേർക്കാനുള്ള ഒരു ഓപ്ഷൻ അല്ലെങ്കിൽ അത്തരത്തിലൊരു നടപടി ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന് നടക്കുന്നു. അതായത് ഒറ്റമുറി, ഒറ്റക്കുഴി കക്കൂസ്, 2 കുഴി കക്കൂസൊക്കെയുള്ള ചില വീടുകളുണ്ട്. അങ്ങനെയുള്ള വീടുകളിൽ അങ്ങനെ ഇല്ലാത്ത വീടുകൾ ഉണ്ട് എന്ന് വരുത്തി തീർക്കാനാണ് ശ്രമം നടക്കുന്നത്. അതായത് വെളിയിട വിമുക്ത സംസ്ഥാനമാണ് കേരളം എന്നുള്ളതാണ് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ പ്രഖ്യാപിച്ചിരിക്കുമ്പോൾ ഈ ശരിയായ രേഖ വരുമ്പോൾ ഇതിനൊരു തിരിച്ചടിയാകും എന്നുള്ളതാണ്. ആ തിരിച്ചടി ഉണ്ടാകാതിരിക്കാനാണ് ഇത്തരത്തിലുള്ള നടപടി ഉദ്യോഗസ്ഥരെയും കൊണ്ട് ചെയ്യിപ്പിക്കുന്നത്. മറ്റൊന്ന്, ഈ ഗ്യാസ് ഇല്ലാത്ത വീടുകൾ, ഗ്യാസ് കണക്ഷൻ ഇല്ലാത്ത വീടുകളുണ്ട്. അങ്ങനെ ഗ്യാസ് കണക്ഷൻ ഇല്ലാത്ത വീടുകളുടെ കണക്കുകൾ കൃത്യമായി രേഖപ്പെടുത്തുമ്പോൾ അങ്ങനെ രേഖപ്പെടുത്തരുത്, അവിടെ ഗ്യാസ് ഉണ്ട് എന്ന് രേഖപ്പെടുത്തണം എന്നൊക്കെയുള്ള മുടന്തൻ ന്യായമാണ് ഉന്നത ജീവനക്കാർ, ഉദ്യോഗസ്ഥരടക്കമുള്ളവർ ഈ എന്യൂമറേറ്റർമാർക്ക് നൽകുന്ന നിർദ്ദേശം. അടിക്കടി ഓരോ ദിവസം കഴിയും തോറും ഇവർക്ക് ഈ നിർദ്ദേശങ്ങൾ മാറ്റി മാറ്റി നൽകുകയാണ്. ഇങ്ങനെ ചെയ്യണം, അങ്ങനെ ചെയ്യണം എന്നുള്ള ഒരു നിർബന്ധിത നിർദ്ദേശം ഇവർക്ക് മേലെ അടിച്ചേൽപ്പിക്കുകയാണ്. അത് തന്നെയാണ് ഇത്തരത്തിൽ ഒരു രാഷ്ട്രവിരുദ്ധ നടപടിക്ക് കളമൊരുക്കുകയാണ് കേരളം എന്ന് പറയേണ്ടി വരും. വളരെ പ്രധാനപ്പെട്ട വിവരങ്ങളാണ് ശാലിനി തലസ്ഥാനത്ത് നിന്നും പങ്കുവച്ചത്. നോക്കൂ, എത്ര പിന്നോട്ട് വലിക്കുന്ന തീരുമാനങ്ങൾ, അല്ലെങ്കിൽ ഇങ്ങനെ കളവ് പറഞ്ഞുകൊണ്ട് രാജ്യത്തൊരു തീരുമാനം നടപ്പിലാക്കുമ്പോൾ അതിനൊപ്പം ഒരുമിച്ച് ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകുന്നതിന് പകരം ഈ അടിസ്ഥാന വിവരശേഖരണത്തിൽ പോലും കളവ് പറയുക, അല്ലെ, എന്തൊരു നാണംകെട്ട നീക്കമാണ് എന്നുള്ളത് ആലോചിക്കുക. നമുക്കറിയാം, ഇപ്പോൾ കേരളത്തിൽ അങ്ങനെ എല്ലായിടത്തും ഈ ടോയ്ലറ്റ് വരെ സജീവമാണ്. അങ്ങനെയുള്ള സംസ്ഥാനത്തെ പറ്റിയാണ് ഇത്തരത്തിൽ അതും ഈ സെൻസസ് രീതിയിൽ മാത്രമല്ല, സെൻസസ് അടിസ്ഥാന വിവരശേഖരണത്തിൽ മാത്രമാണ് ഇത്തരത്തിൽ കളവ് പറയുന്നത് കേട്ടോ. അല്ലെങ്കിൽ കേരളം വികസിത കേരളമാണ്, നമ്പർ 1 കേരളമാണ്, എന്താണ് അതിദാരിദ്ര്യമുക്തം, അല്ലേ, അങ്ങനെയൊക്കെ പ്രഖ്യാപിച്ച കേരളത്തിൽ ഈ വെളിയുടെ സൗകര്യങ്ങളൊക്കെ ഇപ്പോഴും ഇല്ലാത്ത വീടുകളുണ്ടോ? അത് ഒന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ഇവിടുത്തെ അധികൃതർ തന്നെയാണ് അങ്ങനെ പറയുന്നത്. പക്ഷേ ഈ സെൻസസ് വിവരശേഖരണത്തിൽ വരുമ്പോൾ മറ്റൊരു നിലപാടാണ് സ്വീകരിക്കുന്നത്. അതിലെ ഇരട്ടത്താപ്പ് വളരെ വ്യക്തമാണ്. മറന്ന ഒരു സാഹചര്യം, അല്ലേ?